വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? വേറെ ഒരുപാട് പ്രദേശങ്ങളിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് ജനങ്ങളെ. അതായത് എന്നിട്ടും അദ്ദേഹം വളരെ റിസ്ക് എടുത്ത് ഇവിടെ വെള്ളം എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക ഒരു അഭിനന്ദനാർഹമാണ്. മനസ്സിലായില്ലേ? അതെ, വിഷയം എന്താണ്? അവിടെ കൗൺസിലർ ആവശ്യപ്പെടുന്നത് വെള്ളം കൊടുത്തില്ല എന്നാണോ നഗരസഭ? ഇല്ല, അദ്ദേഹം മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല. ഒരു മുൻവിധി ഇല്ലാതെയാണ് ഇത്രത്തോളം ഈ വെള്ളം ഇത്ര ദിവസം ബ്ലോക്ക് ആയത്. മനസ്സിലായില്ലേ? ഇത്രത്തോളം ഒരു മുൻവിധി ഇല്ലാതെയാണ് ഈ 3-4 ദിവസത്തോളം 72 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ സാഹചര്യത്തിൽ പോലും പുത്തമ്പള്ളി വാർഡിൽ ഇത്രത്തോളം വെള്ളം എത്തിക്കണമെങ്കിൽ നമ്മുടെ കൗൺസിലറുടെ പ്രത്യേക ഇടപെടലും കൊണ്ടാണ് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ പക്ഷേ വെള്ളത്തിന് കിട്ടാനുള്ള ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ റെസിഡൻസിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നിട്ട് ഏകദേശം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഏകദേശം 7000-ഓളം ലിറ്റർ വെള്ളം ഉടനടി പുത്തമ്പള്ളി പ്രദേശത്ത് എത്തുമെന്നാണ് അദ്ദേഹം ഈ സമയത്ത് പോലും അദ്ദേഹം തന്നെ പറഞ്ഞത്. ഏകദേശം ഇവിടെ ഈ പുത്തമ്പള്ളി വാർഡിൽ പ്രത്യേകിച്ച് ഇപ്പൊ റെസിഡൻസിന്റെ കീഴിൽ എത്ര വീടുകളുണ്ട്? ഏകദേശം 2 റെസിഡൻസ് ഏകദേശം 600-ഓളം വീടുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്.